ഇപ്പോൾ ആദ്യം മുതലേ പറഞ്ഞ പോലെ തന്നെ ആയി. എന്താ വെച്ചാൽ ഇപ്പോൾ കേരള സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ സെൻട്രലിൽ കുടുങ്ങി നിൽക്കുന്ന ഈ നമ്മളെ പോലുള്ളവരേക്ക് എന്ത് ചെയ്യുന്നതാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഈ തരുന്നവർ ഇപ്പോൾ 15 ലക്ഷം അതും വേണ്ടെന്ന്, എന്തിനാണ് അതും കൂടി? ഇനി വീടും വേണ്ട, 5 സെന്റ് വേണ്ട, 10 സെന്റ് വേണ്ട. നമ്മളിപ്പോൾ ജീവനോട്ടുണ്ടല്ലോ. ഇതുപോലെ കാലാകാലം നമുക്ക് ഈ കോട്ടേഴ്സും കാര്യങ്ങളും തന്നിട്ട് വാടകയും കാര്യങ്ങളും തന്നാൽ മതി. അനിൽകുമാർ വീട് വെച്ച് കൂടിയിരിക്കാൻ പോകുന്ന സമയത്താണ്. അതെ, ഞാൻ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ആ തണുപ്പത്ത് യൂറോപ്പിൽ ഞാൻ പണിയെടുത്ത് ആ ഉള്ള പൈസ മൊത്തം എന്റെ ആ വീടിന് വേണ്ടിയിട്ട് ചെയ്തതാ. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നോക്കിയാൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എത്ര ചെലവാക്കിയിട്ടുണ്ടാവും. പുതിയ വീട്ടിലേക്കും വേണ്ടിയിട്ട് ഞാൻ പുതിയ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പാടിൽ നിൽക്കും. ഈ സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് ഞാനിങ്ങനെ കടന്ന് ഈ 4-5 മാസം കടന്നിട്ട് വീണ്ടും ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ എന്റേതേപോലെ തന്നെ ഈ നിൽക്കുന്നവർ എല്ലാവരുടെയും ഓരോരുത്തരെ എവിടേക്കാണ് നിൽക്കുന്നതെന്നൊന്നും അറിയില്ല. അവരൊക്കെ എന്ത് ചെയ്യും? മോദി വന്ന് കണ്ട് സംസാരിച്ച് PM വന്ന് കണ്ട് സംസാരിച്ച് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും ഏകദേശം ഇപ്പൊ എന്തായാലും റഷീദ് സർക്കാർ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെടുമ്പാലയിലോ അല്ലെങ്കിൽ കൽപ്പറ്റയിലോ. നെടുമ്പാലയിലാണെങ്കിൽ 10 സെന്റും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടും, 10 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും. കൽപ്പറ്റയിലാണെങ്കിൽ 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുമാണ്. ഇതല്ലെങ്കിൽ പിന്നെ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നാണ് പറഞ്ഞിട്ട്. ഇതിൽ സർക്കാരിന്റെ ഇന്നത്തെ മൊത്തം പ്രഖ്യാപന വാർത്ത കണ്ടിരുന്നല്ലോ അല്ലെ? അപ്പൊ അത് കാണുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം പോസിറ്റീവായിട്ടുള്ള അതിൽ നിങ്ങൾ കാണുന്ന ഘടകം എന്താണ്? പോസിറ്റീവായിട്ടെന്നുള്ളത് നമ്മുടെ സ്ഥലം അവിടെ ദുരന്തത്തിൽപ്പെട്ട സ്ഥലം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അത് വനപ്രദേശമാകാതെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അഭിനന്ദിക്കുന്നുണ്ട്. അതിനോട് തന്നെ ഗവൺമെന്റ് പുനഃപരിശോധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കൽപ്പറ്റയിൽ മിനിമം ആയിട്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ 15 സെന്റാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ മുണ്ടക്കയിൽ എല്ലാവരും ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ജനകീയ സമിതി അല്ലെങ്കിൽ ജനശബ്ദം അങ്ങനെയുള്ള ആരാവട്ടെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ മിനിമം 15. CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പക്ഷെ ഞങ്ങളിപ്പോ പറയുന്നത് അവിടെ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നോക്കില്ല. പൊതുവെ ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ മാത്രമേ രാഷ്ട്രീയമുള്ളൂ. പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിതാ സുഹൃത്തുക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ ഈ ഗവൺമെന്റ് പുനഃപരിശോധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കൽപ്പറ്റ മിനിമം 10 സെന്റ് വേണം. അതിനനുസരിച്ച് നെടുമ്പാല കൂട്ടാതിരിക്കുക, മിനിമം 10 സെന്റ് വേണം. അതുപോലെ തന്നെ ഈ 15 ലക്ഷം കൊണ്ട് ഈ നമ്മളിപ്പോൾ ടൗൺഷിപ്പ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അതും ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. കാരണം അതൊരിക്കലും നടക്കാതെ കാര്യം. 2018 പുത്തുമല ഉരുള് പൊട്ടിയാണ് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പിന്നെ സ്ഥലത്തിന് റേറ്റ് കൂടിയിട്ടുണ്ട്, എല്ലാ സാമഗ്രികൾക്കും റേറ്റ് കൂടിയിട്ടുണ്ട്. ചേച്ചി, പിന്നെ ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 സെന്റാണ് കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ നെടുമ്പാലയിൽ 10 സെന്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്. അതൊക്കെ തന്നെ എന്താണ് അതേ കുറിച്ചിട്ട് തോന്നുന്നത്? 10 സെന്റെങ്കിലും കിട്ടണം. കൽപ്പറ്റയാണെങ്കിലും നെടുമ്പാലയാണെങ്കിലും 10 സെന്റും ഒരു വീടും കിട്ടിയാൽ അല്ലേ? അതെ. ഓക്കെ. ചേച്ചി എവിടെ? മുണ്ടക്കയിലായിരുന്നു? ഉണ്ടായിരുന്നത് അല്ലെ? ചൂരമല സ്കൂൾ റൂട്ടിന്. ഇപ്പൊ ഇവിടെ ഈ വാടക വീട്ടിൽ ഇതിന്റെ വാടകയൊക്കെ സർക്കാർ തരുന്നുണ്ടല്ലോ? തരുന്നുണ്ട്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? എല്ലാ വാടകയും കിട്ടും. നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഒരു വർഷവും കൂടി തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കാണ് വീട് ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ നമുക്ക് എന്തായാലും കിട്ടണം. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ളത് ആഗ്രഹമാണ് നമുക്കുള്ളത്. ഇപ്പൊ അഥവാ ഈ നിങ്ങൾക്ക് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ നെടുമ്പാലയിലെ എസ്റ്റേറ്റിലോ കിട്ടുന്നില്ലെങ്കിൽ 15 ലക്ഷം രൂപ എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതേക്കുറിച്ച് എന്താ തോന്നുന്നത്? അത് നമുക്ക് അങ്ങനെ വേണ്ട. അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വീടാണല്ലോ ആവശ്യമുള്ളത്.